ഓക്കെ. ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ്. കൂടാതെ ഞാനൊരു 31 ആഴ്ച പ്രഗ്നൻ്റായ ലേഡിയാണ്. ഈ 2 ദിവസമായിട്ട് ഞാനിവിടെ ഈ വെയിലത്ത് നിൽക്കുന്നതിന് തീർത്തുമായും ഞങ്ങളുടെ അവസ്ഥ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഈ കിട്ടുന്ന ഈ സാലറി കൊണ്ട് ഇവിടുത്തെ ഹോസ്പിറ്റൽ, ഞാനിവിടെ ഒരു ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റൽ ഫീസ് പ്ലസ് ബസ് ഫുഡ്, അതുപോലെ ഞങ്ങളുടെ ട്രാവൽ ഫീസ്, ട്രാവലിന് പോകുന്ന പൈസ, അതുപോലെ തന്നെ ഫാമിലി കാര്യങ്ങൾ നോക്കാനായിട്ടാണേലും, പിന്നെ അതുപോലെ ലോൺ എമൗണ്ട് കൂടി കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ആയിട്ട് ഒന്നുമില്ല. അടുത്ത മാസം എനിക്ക് ഡെലിവറി ആണെങ്കിൽ പോലും എൻ്റെ കയ്യിൽ ഒന്നുമില്ല മിച്ചം പിടിക്കാനായിട്ട്, ഡെലിവറിക്കായിട്ട് കൊടുക്കാനായിട്ടാണെങ്കിൽ പോലും പൈസ ഇല്ലാതിരിക്കണം. ആ ഒരു കാരണം കൊണ്ടാണ് ഞങ്ങളിവിടെ ഈ ഇങ്ങനെയൊരു സമരം. ഞങ്ങൾക്കാണെങ്കിൽ ബേസിക് സാലറി കൂട്ടി തരാൻ പറയുന്നത്. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ എപ്പോഴും 6 hours ഡ്യൂട്ടിയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും 6 hours അല്ല, ഞങ്ങൾ അതിൽ കൂടുതൽ നിൽക്കുന്നുണ്ട്. ഇവർ പറയുന്ന കൂടുതൽ സമയം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവർ പറയുന്ന വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ 6 hours പ്ലസ് ഇവരുടെ എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇവരാണ് വീക്ക്ലി 3 days ഞങ്ങൾക്ക് ക്ലാസ്സും വെക്കുന്നത്. ഇതെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് ഞങ്ങളുടേതായ ആവശ്യങ്ങൾ ഒരിക്കലും സമ്മതിച്ച് തരാത്ത ഭയങ്കര കഷ്ടമുള്ള കാര്യം തന്നെയാണ്. പിന്നെ പറയാനായിട്ട് ഇവിടെ ആണെങ്കിൽ വർക്ക് ലോഡ് എന്ന് പറയുന്നത് നല്ലപോലെ ഉണ്ട്. ഞങ്ങൾ ഈ ഡ്യൂട്ടി പേഷ്യൻ്റ് കെയർ എല്ലാം കൊടുക്കുന്നത്, അതിൻ്റെ കൂടെ തന്നെ ഫയർ വർക്ക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്കാണെങ്കിൽ 6 hours പ്ലസ് ഈ എക്സ്ട്രാ ഡ്യൂട്ടി എടുത്താൽ പോലും ഞങ്ങളുടെ വർക്ക് തീരുന്നില്ലെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സാലറി, ആനുകാലിക സാലറി വർധന ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് പരാതി ഉണ്ടോ? ഉണ്ട്. ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആയിട്ട് ഞങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാലറി ആയിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ നിൽക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യുക, ഞങ്ങൾ പറഞ്ഞൊരു സാലറി ഞങ്ങൾക്ക് കിട്ടുന്നവരെ. നിങ്ങളുടെ ഒപ്പം പഠിച്ചവർ ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താ? മാനസികാവസ്ഥ വെച്ചാൽ ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അവരുടെ അത്ര സാലറി ഇല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ബേസിക് നീഡ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതായിട്ടുള്ള ഒരു സാലറി ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി തന്നെ നിൽക്കുന്നത്. ഞങ്ങളുടെ രാജ്യത്ത് തന്നെ വർക്ക് ചെയ്യണം. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലി ഇട്ടിട്ട് പോകാനായിട്ടും താല്പര്യമില്ല. അത് വേറൊരു കാര്യമാണ്. കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതാണ് ഞങ്ങളെല്ലാവരും, ഇതിന് ഓൾമോസ്റ്റ് എല്ലാവരും. പിന്നെ എല്ലാവരും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് നമ്മൾ കാണുന്ന പോലെയല്ല. എല്ലാവരുടെയും വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ സാലറി കൊണ്ടൊന്നും ഞങ്ങൾക്ക് പറ്റുന്നതല്ല. പിന്നെ അതുപോലെ ലോൺ എമൗണ്ട് എല്ലാവർക്കും തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും തന്നെ ലോൺ എമൗണ്ട് എങ്ങനെയാണ് വരുന്നത്, ഇതെല്ലാം കൊടുത്ത് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത്